ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിയിലെ 8ാമത്തെ പാഠം അദ്ദർസു സാമിനു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അതിൻ്റെ അർത്ഥം സത്യവിശ്വാസികൾ വിജയിച്ചു. നിസ്കാരത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. നിസ്കാരം അല്ലാഹു തആലയോടുള്ള അഭിമുഖ സംഭാഷണമാണ്. നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും ഭക്തിയോടെയും പൂർണ്ണ മനസ്സാന്നിധ്യത്തോടെയും ചെയ്യണം. നമുക്ക് പാഠം വായിക്കാം. ഓടി വരണേ പാമ്പ് പാമ്പ്. വീട്ടുകാർ ഉറക്കെ കരഞ്ഞു. അയൽവാസികൾ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു. കുട്ടിയെ പാമ്പ് ചുറ്റിയിരിക്കുന്നു. അവർ പാമ്പിനെ കൊന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ അയൽവാസികൾ ഓടി വന്ന് ആ സഹാബിയുടെ കുട്ടിയെ പാമ്പ് ചുറ്റിയിരുന്നു. ആ പാമ്പിനെ അവർ കൊന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. വീട്ടുകാരുടെ കരച്ചിൽ കേട്ട് അയൽവാസികൾ ഓടി വന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ തന്നെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ജനങ്ങളെ കണ്ട അദ്ദേഹം ചോദിച്ചു, നിങ്ങളെല്ലാവരും എന്താ ഇവിടെ? ചത്തുകിടക്കുന്ന പാമ്പിനെ ചൂണ്ടി അവർ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. നിസ്കാരത്തിന് ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും എന്താണ് ഇവിടെ? ചത്തുകിടക്കുന്ന പാമ്പിനെ കാണിച്ചു കൊടുത്ത് അവർ നടന്ന സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുശൂ നോക്കൂ. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭക്തി, നിസ്കാരത്തിൽ അല്ലാഹു തആലയോടുള്ള ഭയഭക്തി നോക്കൂ. ഉസ്താദ് പറഞ്ഞു, നിസ്കാരം അല്ലാഹു തആലയോടുള്ള അഭിമുഖ സംഭാഷണമാണ്. നിസ്കാരത്തിൽ ഓരോ കാര്യങ്ങളും ഭക്തിയോടെയും പൂർണ്ണ മനസ്സാന്നിധ്യത്തോടെയും ചെയ്യണം. നിസ്കാരം എന്നാൽ ഒരടിമ അവൻ്റെ സൃഷ്ടാവായ റബ്ബിനോടുള്ള അഭിമുഖ സംഭാഷണമാണ്. ആ നിസ്കാരത്തിൽ അവന് ഭക്തിയോടെയും മനസ്സാന്നിധ്യത്തോടെയും ചെയ്യണം. അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹു തആല പറഞ്ഞു, നിസ്കാരത്തിൽ ഭക്തിയുള്ള സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണത്. നിസ്കാരത്തിൽ ഭക്തിയുള്ള സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറയുന്നു, നിസ്കാരം എനിക്കും അടിമക്കുമിടയിൽ ഞാൻ രണ്ടായി പകുത്തിട്ടുണ്ട്. എൻ്റെ അടിമക്ക് അവൻ ചോദിക്കുന്നതെല്ലാം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറയുന്നതാണിത്, നിസ്കാരം എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ ഞാൻ രണ്ടായി പകുത്തിട്ടുണ്ട്. എൻ്റെ അടിമക്ക് അവൻ ചോദിക്കുന്നതെല്ലാം ഉണ്ട്. അടിമ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതെല്ലാം അടിമക്ക് അവൻ സാധിപ്പിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, ഒരാൾ നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹയിലെ ആയത്ത് അത് പറഞ്ഞാൽ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു അല്ലാഹു തആല പറയും. അവൻ അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ, അല്ലാഹു തആല റഹ്മാനും റഹീമുമാണ് എന്ന്, കാരുണ്യവാനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് അടിമ പറഞ്ഞാൽ അല്ലാഹു തആല പറയും, എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയും. അവൻ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ, പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബേ എന്ന് അടിമ പറഞ്ഞാൽ അല്ലാഹു തആല പറയും, എൻ്റെ അടിമ എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയും. അവൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറയും, അത് എനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള കാര്യമാണ്. എൻ്റെ അടിമക്ക് അവൻ ചോദിക്കുന്നതെല്ലാം ഉണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ഒരടിമ പറഞ്ഞാൽ അല്ലാഹുത്താല പറയും, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. അവൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുത്താല പറയും, ഇത് എൻ്റെ അടിമക്കുള്ളതാണ്, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ നിന്റെ കോപത്തിനിരയായവരുടെയോ വഴിപിഴച്ചവരുടെയോ അല്ല. ഞങ്ങളുടെ രക്ഷിതാവേ, നീ അനുഗ്രഹിച്ചവരുടെ പാതയിലാക്കണമേ, നേർമാർഗത്തിലാക്കണമേ എന്ന് ഒരടിമ പറഞ്ഞാൽ അല്ലാഹുത്താല പറയും, ഇത് എൻ്റെ അടിമക്കുള്ളതാണ്, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം ഉണ്ട്. ഖുശൂ ഉള്ളവരിൽ അല്ലാഹുത്താല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഭക്തിയുള്ളവരിൽ, നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവരിൽ അല്ലാഹുത്താല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഉസ്താദ് ദുആ ചെയ്തു, കുട്ടികൾ ആമീൻ പറഞ്ഞു. അസ്വലാത്തു മുനാജാത്തുൽ അബ്ദി ലിറബ്ബിഹി. അടിമ അല്ലാഹുത്താലയോട് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. നിസ്കാരം എന്നാൽ അടിമ അല്ലാഹുത്താലയോട് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ്. ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. നെക്റൗ. ആദ്യത്തെ പേജിൽ തന്നിരിക്കുന്നത് ഫാത്തിഹയുടെ ഓരോ ആയത്തിൻ്റെയും അർത്ഥമാണ് തന്നിരിക്കുന്നത്. അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ അർത്ഥം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ സ്തുതികളും സർവ്വലോക രക്ഷിതാവായ അല്ലാഹു തആലക്കാണ്. അർ റഹ്മാനിർ റഹീം. അവൻ റഹ്മാനും റഹീമുമാണ്. മാലികി യൗമിദ്ദീൻ. പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമയാണവൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നിന്റെ കോപത്തിനിരയായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലാക്കരുതേ. ആമീൻ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. രണ്ടാമത്തെ നോക്കാം. നക്തുബുൽ മാനി. അർത്ഥം എഴുതുക. അഫ്ലഹ വിജയിച്ചു. റഹ്മാൻ ഗുണം ചെയ്യുന്നവൻ. റഹീം കരുണ ചെയ്യുന്നവൻ. ഖുശൂ ഭയഭക്തി. മാലിക്കുൻ ഉടമസ്ഥൻ. സിറാത്തുൻ വഴി. അൽഹംദു സർവസ്തുതിയും. യൗമുൻ ദിവസം. മൂന്നാമത്തെ നെസിലു ചേരുംപടി ചേർക്കുക. അസ്സിറാത്തുൽ മുസ്തഖീം. അതിൻ്റെ ആൻസർ ഡി ആണ്, നേർമാർഗം. ഇയ്യാക നഅ്ബുദു. അതിൻ്റെ ആൻസർ എഫ് ആണ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. 3 ഇയ്യാക നസ്തഈൻ. അതിൻ്റെ ആൻസർ എ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. 4 റബ്ബിൽ ആലമീൻ. അതിൻ്റെ ആൻസർ ബി, സർവ്വലോക രക്ഷിതാവായ. 5 യൗമിദ്ദീൻ. അതിൻ്റെ ആൻസർ ജി, അതിൻ്റെ ഉത്തരം പ്രതിഫലം നൽകുന്ന നാൾ. അടുത്തത് അൽ മഗ്ദൂബി അലൈഹിം. അതിൻ്റെ ആൻസർ എച്ച്, നിന്റെ കോപത്തിനിരയായവർ. അടുത്തത് അൻഅംത അലൈഹിം. അതിൻ്റെ ആൻസർ സി, നീ അനുഗ്രഹിച്ചവർ. 8ാമത്തെ ളാലീൻ. അതിൻ്റെ ആൻസർ ഇ, വഴിപിഴച്ചവർ. അടുത്ത ക്വസ്റ്റ്യൻ നുബയ്യിനു സിയാക്ക്. സന്ദർഭം വിവരിക്കുക. അതിൽ 1ാമത്തെ നിങ്ങളെല്ലാവരും എന്തായുടെ. അതിൻ്റെ ആൻസർ അയൽവാസികൾ അബ്ദുല്ലാഹിബിനു സുബൈർ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് കുട്ടിയെ ചുറ്റിയ പാമ്പിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാണിത്. നിങ്ങളെല്ലാവരും എന്തായുടെ.
നംലഉൽ ജദ്വല. അടിമ പറയുന്നു, അല്ലാഹു തആല പറയുന്നു. 2 കോളുണ്ട്. അടിമ പറയുന്നു, അല്ലാഹു തആല പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല പറയുന്നു, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാനിർ റഹീം, എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, എൻ്റെ അടിമ എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇത് എനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള കാര്യമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇത് എൻ്റെ അടിമക്കുള്ളതാണ്. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. പാഠം നന്നായി മനസ്സിലാക്കി പഠിച്ച് അർത്ഥങ്ങളും ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം നന്നായി പഠിക്കുക. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു.